നമസ്കാരം. ഷീബ ടീച്ചറിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ബികോം മലയാളം സെക്കൻഡ് സെമസ്റ്ററിലെ പാഠഭാഗങ്ങളിലേക്ക് കടക്കാം. ഭാഷാ സാഹിത്യ വ്യവഹാരങ്ങൾ എന്ന പുസ്തകമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇതിന്റെ മോഡ്യൂൾ 1 വരുന്ന പാഠഭാഗങ്ങൾ ആത്മകഥയാണ്. മോഡ്യൂൾ 1 ഒന്നാമത്തെ മോഡ്യൂള് ആത്മകഥയാണ്. അതിൽ ആത്മകഥ സാഹിത്യം പഠനക്കുറിപ്പ് നൽകിയിട്ടുണ്ട്. അതിനുശേഷം KP കേശവമേനോന്റെ കഴിഞ്ഞ കാലം എന്ന ആത്മകഥയിലെ 3 അധ്യായങ്ങളാണ് ആദ്യത്തെ ചാപ്റ്ററായിട്ട് വരുന്നത്. രണ്ടാമത്തെ ആത്മകഥ ദേവകി നിലയങ്കോടിന്റെ നഷ്ടബോധങ്ങളില്ലാതെ എന്നുള്ളതാണ്. പിന്നീടുള്ളത് ഇവനെന്റെ പ്രിയ സീജയുടെ പഠനക്കുറിപ്പാണ്. നമുക്കിന്ന് ആത്മകഥാ സാഹിത്യം എന്താണെന്ന് നോക്കി ആദ്യത്തെ ചാപ്റ്ററിലേക്ക് കടക്കാം. ഇതിന്റെ നോട്ട് ഇതിന്റെ കൂടെ ഒപ്പം ചേർക്കുന്നുണ്ട്. ആത്മകഥാ സാഹിത്യം എന്താണ്? സ്വന്തം കഥ നമ്മൾ തന്നെ ലളിതമായി പറയുന്നതാണ് ആത്മകഥാ സാഹിത്യം. അതിൽ കഥാംശം ഒട്ടും തന്നെ ഇല്ല. അതായത് ഞാൻ എൻ്റെ കഥ പറയുകയാണ്, അതിനകത്ത് കഥാംശമില്ല. സ്വന്തം അനുഭവങ്ങൾ സത്യസന്ധമായി വായനക്കാരന്റെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം. അപ്പൊ സ്വന്തം അനുഭവങ്ങൾ കാഴ്ചപ്പാടുകളും വസ്തുനിഷ്ഠമായും സത്യസന്ധമായും താൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിന് അനുരൂപമായി പ്രതിപാദിക്കുമ്പോഴാണ് നല്ല ആത്മകഥകൾ ഉണ്ടാകുന്നത്. പിന്നെ നമുക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടാകാം, പക്ഷെ അത് നല്ല അനുഭവങ്ങൾ മാത്രം പോരാ. ഈ നല്ല അനുഭവങ്ങൾ ആവിഷ്കരിക്കാൻ പറ്റിയ ഒരു ഭാഷ നമുക്കുണ്ടായിരിക്കണം. അതാണ് പല ആത്മകഥകളെയും ശ്രദ്ധേയമാക്കുന്നത്. പല ആത്മകഥകളും മോശമായി പോകുന്നത് അതിന്റെ ഭാഷ കൊണ്ടാണ്. ആദ്യകാലത്ത് മലയാളത്തിലെ ഓർമ്മകൾ, സ്മരണകൾ ഇതെല്ലാം ആത്മകഥാ രൂപത്തിൽ ഉണ്ടായിരുന്നു. എന്റെ നാടുകടത്തൽ, സ്മരണ മണ്ഡലം തുടങ്ങിയവയൊക്കെയാണ്. എന്റെ നാടുകടത്തൽ ദേശാഭിമാനിയുടേതാണ്, രാമകൃഷ്ണ പിള്ളയുടേതാണ്. KP കേശവദേവിന്റെ എതിർപ്പ്, മുണ്ടശ്ശേരിയുടെ കൊഴിഞ്ഞ ഇലകൾ, VT ഭട്ടതിരിപ്പാടിന്റെ കണ്ണീരും കിനാവും, മാധവിക്കുട്ടിയുടെ എന്റെ കഥ, P കുഞ്ഞിരാമൻ നായരുടെ കവിയുടെ കാൽപ്പാടുകൾ, ചെറുകാടിന്റെ ജീവിതപാത, തിക്കോടിയന്റെ അരങ്ങ് കാണാത്ത നടൻ, ഇവയൊക്കെ മലയാളി വായിക്കുകയും ആസ്വദിക്കുകയും ചെയ്ത ആത്മകഥകളാണ്. ഈ ഭാഗം ശ്രദ്ധിക്കണം, വൺ വേർഡ് ചോദ്യങ്ങൾ ഇതിനകത്തുനിന്നുണ്ടാവും. നമുക്ക് പഠിക്കാനുള്ളത് KP കേശവമേനോന്റെ കഴിഞ്ഞകാലം എന്ന ആത്മകഥയാണ്. അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനി, പത്രപ്രവർത്തകൻ, മാതൃഭൂമി പത്രത്തിന്റെ സ്ഥാപകൻ എന്നീ നിലകളിൽ, എഴുത്തുകാരൻ എന്നീ നിലകളിൽ മലയാള സാഹിത്യത്തിൽ വളരെ ശ്രദ്ധേയനായ ഒരു വ്യക്തിയാണ്. അപ്പൊ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അദ്ദേഹം ധാരാളം പ്രവർത്തിക്കുകയും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളിൽ സജീവമായി പങ്കെടുക്കുകയും ചെയ്ത വ്യക്തിയാണ്. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് ജയിലിലാവുകയും പിന്നീട് സിംഗപ്പൂർ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാൻകാരുമായി ഒരു വാക്ക് തർക്കം ഉണ്ടായ അദ്ദേഹം സിംഗപ്പൂർ ജയിലിലൊക്കെ ആയിരുന്നു. കേരള സാഹിത്യ അക്കാദമിയുടെ വർക്കിംഗ് പ്രസിഡന്റ്, ശ്രീലങ്കയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ എന്നീ പദവികൾ അദ്ദേഹം അലങ്കരിച്ചു. 1966 പത്മഭൂഷൺ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. അദ്ദേഹത്തിന്റെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൃതിയാണ് കഴിഞ്ഞ കാലം എന്ന ആത്മകഥ. യാത്രാ വിവരണ മേഖലയിലും അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്, ബിലാത്തി വിശേഷം എന്ന പുസ്തകം. ഈ പാഠഭാഗം വളരെ ലളിതമായാണ് അദ്ദേഹം ഈ കഴിഞ്ഞ കാലം എന്ന ആത്മകഥ രചിച്ചിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ കാലമാണ്, നമ്മുടെ ജീവിതത്തിന്റെ കഴിഞ്ഞ കാലത്തിൻ്റെതാണ് ഈ ഒരു അനുഭവക്കുറിപ്പ്. അപ്പൊ 3 അധ്യായങ്ങളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഒന്ന് ബാല്യകാല സ്മരണകൾ. ബാല്യകാല സ്മരണകളില് പഠിക്കാനായിട്ട് പാലക്കാടും കോഴിക്കോടും ഒക്കെ അദ്ദേഹം പോയതും മദിരാശിയിൽ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥി ജീവിതമാണ് വരുന്നത്. അപ്പൊ മണലെഴുത്ത് പഠിച്ചതിന് ശേഷം സ്ലേറ്റും പുസ്തകവും കയ്യിൽ കിട്ടിയപ്പോൾ അത് ഉപയോഗിച്ചതിനെ കുറിച്ച് വളരെ സന്തോഷത്തോടെ അദ്ദേഹം ഇവിടെ വിവരിക്കുന്നുണ്ട്. പിന്നെ തന്റെ ആരാധ്യ പുരുഷനായിരുന്ന മുത്തച്ഛനെ കുറിച്ചുള്ള ഓർമ്മകളും ഒന്നാമത്തെ അധ്യായത്തിൽ നമുക്ക് പഠിക്കാനുള്ള ഒന്നാമത്തെ അധ്യായത്തിലുണ്ട്, ബാല്യകാല സ്മരണകളിലുണ്ട്. പിന്നെ കേരള സമൂഹത്തില് ഒരു സവർണ പാരമ്പര്യം ഉണ്ടായിരുന്നു എന്നതിന്റെ ഒരു വ്യക്തമായ തെളിവ് കൂടെ ഒന്നാമത്തെ, അതായത് മുത്തച്ഛനെ കുറിച്ചുള്ള ഓർമ്മകളിൽ അദ്ദേഹത്തിന്റെ സവർണ ജീവിതം വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. പിന്നെ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളും ഒന്നാമത്തെ അധ്യായത്തിൽ വരുന്നുണ്ട്. രണ്ടാം അധ്യായത്തിൽ അദ്ദേഹം അച്ഛനെ പറ്റി വിശദീകരിക്കുന്നു. അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് ഭീമനച്ചൻ എന്നാണ്. പിന്നെ 8 കൊല്ലം അദ്ദേഹം കേരള വിദ്യാശാലയിൽ പഠിച്ചതും പിന്നീട് ഇതാണ് സാമൂതിരി കോളേജ്, ഗുരുവായൂരപ്പൻ കോളേജൊക്കെ ആയിട്ട് മാറിയത്. കലാകായിക മേളയിൽ പങ്കെടുത്തതും മേഖലയിലൊക്കെ പങ്കെടുത്തതും വലിയ വലിയ ചന്തുമേനോനെ പോലുള്ള ആളുകളെ പരിചയപ്പെട്ടതും ഒക്കെ ഈ അധ്യായത്തിൽ ഓർമ്മിക്കുന്നു. 1906 നടന്ന തന്റെ വിവാഹത്തെക്കുറിച്ചും ഈ അധ്യായത്തിലാണ് അദ്ദേഹം പ്രതിപാദിക്കുന്നത്. മൂന്നാമത്തെ അധ്യായത്തില് മദിരാശിയിലെ വിദ്യാർത്ഥി ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം വിവരിക്കുന്നു. കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് അദ്ദേഹം
ഈ സമയത്താണ് ആകർഷിക്കപ്പെടുന്നത്. ദാദാഭായ് നവറോജിയുടെ കേരളത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന ഒരു മുദ്രാവാക്യം അദ്ദേഹം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ സ്വദേശി, സ്വരാജ്യം, സ്വാതന്ത്ര്യം ഇത് മൂന്നും ആൾക്കാർ ഏറ്റെടുക്കുന്ന സമയത്ത് താനും ആ ഒരു മേഖലയിൽ എത്തപ്പെട്ടതായിട്ട് അദ്ദേഹം പറഞ്ഞു. ഇതിൽ അദ്ദേഹം മദുരാശി താമസകാലത്ത് തന്റെ കുടുംബം മുറിച്ച് പിൻകുടുമയും മുൻകുടുമയും കെട്ടുന്ന രീതി ഉണ്ടായിരുന്നല്ലേ മുമ്പ്. അപ്പം വിദ്യാർത്ഥികളെ ഇവിടെ മുൻകുടുംബം കെട്ടും, പിന്നെ പിൻകുടുംബം കുറെ മുടി വെട്ടാതെ ഇവിടെയും കെട്ടാറുണ്ട്. അതൊക്കെ മുറിച്ച് അദ്ദേഹം സവർണ മേധാവിത്വത്തിൽ നിന്ന് മോചനം നേടി സാധാരണ മനുഷ്യരിലേക്ക് ഇറങ്ങി ചെല്ലുന്നതും പറയുന്നു. പ്രസിഡൻസി കോളേജിൽ നിന്ന് അദ്ദേഹം ബിരുദ പഠനം നേടിയിട്ട് പിന്നെ ബിലാത്തിയിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്ര വിവരിച്ചുകൊണ്ടാണ് 3-ാം അധ്യായം തീരുന്നത്. അപ്പൊ നമുക്ക് ബാല്യകാല സ്മരണകളിലേക്ക് കിടക്കാം. കഴിഞ്ഞ കാലം KP കേശവമേനോൻ പാഠഭാഗം ആദ്യത്തെ 3 അധ്യായമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇതിനകത്ത് സമയം 5 മണിയാവാറായും തുടങ്ങുന്നു. സ്ലേറ്റും പുസ്തകവും എടുത്ത് കുട്ടികൾ മണിയടിക്കുന്നത് നോക്കിയിരിക്കുകയാണ് വീട്ടിൽ പോകാൻ. മറക്കാൻ വയ്യാത്ത കാലമാണ്. അതായത് സമയം 5 മണിയാവാറായി സ്ലേറ്റും പുസ്തകം എടുത്ത ആൾക്കാർ കുട്ടികൾ കാത്തിരിക്കുകയാണ്. അതൊരു മറക്കാനാവാത്ത ദിവസമാണ്. കാരണം അത്രയും ദിവസം നിലത്തിരുന്ന് മണലിൽ എഴുതി അക്ഷരങ്ങൾ പഠിച്ചതിന് ശേഷം ബെഞ്ചിൽ കയറിയിരിക്കാൻ അനുവാദം കിട്ടിയ ദിവസമായിരുന്നു അത്. അപ്പൊ എന്ത് സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഉൾപ്പെടെയുള്ള കുട്ടികൾ ബെഞ്ചിൽ കയറിയിരുന്ന് എഴുതിയത്. പിന്നെ പുതിയ സ്ലേറ്റും പെൻസിലും കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ സ്ലേറ്റിൽ പെൻസിൽ കൊണ്ട് എഴുതാനുള്ള സന്തോഷം വളരെയേറെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബെല്ലടിച്ചപ്പോൾ ഭയങ്കരമായിട്ട് ബഹളം കൂട്ടിക്കൊണ്ട് ഓടി. ഹെഡ് മാസ്റ്റർ ഗോവിന്ദ മേനോൻ പറഞ്ഞെങ്കിലും ഞങ്ങൾ അനുസരിച്ചില്ല. അപ്പൊ അതായത് ഇവര് സ്കൂൾ വിട്ട് പോകുന്ന വഴിക്ക് അവർ അന്ന് ബെഞ്ചിലാണ് ഇരുന്നതെന്ന് എല്ലാവരോടും വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് കൊച്ചു കുട്ടികളുണ്ടല്ലോ, ഇവരെക്കാളും ഇപ്പോഴും മണലിരുന്ന് പഠിക്കുന്ന കുട്ടികളോടൊക്കെ അവർക്ക് സ്ലേറ്റും പെൻസിലും ഒക്കെ അവർക്ക് കാണിച്ചു കൊടുത്തു. വീട്ടിലെത്തിയിട്ട് ഞാൻ കുറെ പ്രാവശ്യം ബെഞ്ചിലേക്ക് ഇരുന്നതിനെ കുറിച്ച് അമ്മയോട് പറഞ്ഞു. അമ്മയുടെ പേര് മീനാക്ഷി നേത്യാർ എന്നാണ്. അവർ ആനന്ദത്തോടെ ഇത് കേട്ടിരുന്നു. അപ്പൊ എന്റെ മുത്തച്ഛൻ എന്റെ സംസാരം കേട്ട് മുത്തച്ഛൻ ചിരിച്ചത് ഇന്നും എന്റെ മനസ്സിൽ നിന്ന് മായുന്നില്ല. ഇനി മുത്തച്ഛനെ കുറിച്ച് വിവരിക്കുകയാണ്. മുത്തച്ഛന്റെ മുഖം വട്ടമുഖം, കഷണ്ടി തല, തടിച്ചുയർന്ന ദേഹം. ഇതിപ്പോ എന്റെ കണ്ണു മുമ്പിൽ ഇപ്പോഴും ആ രൂപമുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സ്, വിശാല ഹൃദയം, സ്നേഹമൊക്കെ ഞാൻ വളരെ മുതിർന്നതിന് ശേഷമാണ് തിരിച്ചറിഞ്ഞത്. ആര് ബുദ്ധിമുട്ട് പറഞ്ഞു വന്നാലും അവരെ വെറുങ്കയോടെ അയക്കുന്ന ആളായിരുന്നില്ല അദ്ദേഹം. ഇന്നത്തെ തലമുറയ്ക്ക് അന്നത്തെ സവർണ മേധാവിത്വത്തിന്റെ സമുദായ ഘടനയൊക്കെ ഊഹിക്കാൻ തന്നെ പ്രയാസമായിരിക്കും. പാലക്കാട് രാജവംശത്തിലെ ഇളയ രാജാവായിരുന്നു എന്റെ മുത്തച്ഛൻ. അപ്പൊ സംസാരത്തിലും പ്രവൃത്തിയിലും അദ്ദേഹം രാജാവിന്റെ രീതി തന്നെയാണ് വീട്ടിലും പിന്തുടർന്നത്. നാം അങ്ങനെ വിചാരിക്കുന്നു, നമുക്കതാണ് ഇഷ്ടം എന്നിങ്ങനെ രാജഭാഷയിലാണ് അദ്ദേഹം സംസാരിച്ചിരുന്നത്. പിന്നെ തന്നോട് ആര് സംസാരിച്ചാലും അവർ ആചാര വാക്കുകൾ ഉപയോഗിക്കണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധം ഉണ്ടായിരുന്നു. രാവിലെ കുളിച്ച് കുറിയിട്ട് അമ്പലത്തിൽ നിന്ന് പൂജാരി കൊടുക്കുന്ന പ്രസാദം കഴിക്കാതെ വീട്ടിൽ നിന്നൊന്നും കഴിക്കുന്ന പതിവില്ല. ക്ഷൗരം കഴിഞ്ഞ ദിവസങ്ങളിൽ കുളത്തിൽ പോയി കുളിക്കും. അപ്പൊ തമ്പുരാൻ നീരാട്ടിന് വരുന്നുണ്ടെന്ന് അറിഞ്ഞാൽ ആ ഏരിയയിലുള്ള ആരും പിന്നെ ആ കുളത്തിനരികത്തേക്ക് വരില്ല. വാളും പരിചയമായിട്ട് 2 പരിചാരകർ മുമ്പേ നടക്കും. എന്നിട്ട് അവര് ആ ഹാ എന്നുള്ള ശബ്ദം പുറപ്പെടുവിക്കും. ആ നീണ്ട കാലുള്ള ഓലക്കുട തമ്പുരാന് ഒരു പരിചാരകൻ പിടിച്ചു കൊടുക്കും. അപ്പൊ ഇദ്ദേഹം കുളത്തിലേക്ക് പോകുന്നതും തിരിച്ചു മടങ്ങുന്നതും ഒക്കെ കാണാൻ വേണ്ടി ദൂരെ ആളുകൾ നോക്കി നിൽക്കും. പിന്നെ ക്ഷൗരം ചെയ്യാനായിട്ട് പണ്ട് ബാർബർ ഷോപ്പ് ഒന്നും ഇല്ലല്ലോ, ക്ഷുരകൻ വരും. അവന് വരുമ്പോൾ അവനെ കത്തിയും പിടിച്ച് അവൻ ഇരുന്ന് വടിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ പേടി കൊണ്ടായിരിക്കും. അവനെ സന്തോഷിപ്പിച്ചതിന് ശേഷം മാത്രമേ അദ്ദേഹം അവന്റെ മുന്നിൽ ഇരുന്നിട്ടുള്ളൂ. അതിനുവേണ്ടി അവനെ വിളിച്ച് മുറുക്കാൻ കൊടുത്ത് അവനെ തൃപ്തനാക്കിയതിന് ശേഷമാണ് ക്ഷൗരത്തിന് ഇരിക്കുന്നത്. അപ്പൊ കൊല്ലത്തിൽ 1-2 പ്രാവശ്യം അദ്ദേഹം ആലത്തൂർക്കോ പാലക്കാടോ പോവാറുണ്ടായിരുന്നു. അപ്പൊ കുറെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പോവാനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കും. പരിചാരകന്മാര് വേണം, ആയുധങ്ങൾ വേണം, വാള്, പരിച, തോക്ക്, കുന്തം ഒക്കെ പിടിച്ചിരുന്ന ഇതെല്ലാം എടുത്ത് തുടച്ച് പോകാനുള്ള യാത്രയൊക്കെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ എഴുന്നള്ളത്ത് കാണാൻ ആളുകൾ വന്നു ചെയ്യും. അദ്ദേഹം ഇതിപ്പോ പണിക്കര് വന്ന് സമയം നിശ്ചയിക്കും. പരിചാരകന്മാർ അവരുടെ ഉടുപ്പൊക്കെ ധരിച്ച് ഈ ആയുധങ്ങളുമായിട്ട് റെഡിയായിട്ട് നിൽക്കും. ശകുനമൊക്കെ നോക്കിയാണ് പുറപ്പെടുന്നത്. അംഗവസ്ത്രം, കാലില് പാപ്പാസ്, പാൻറ് പോലത്തെ ഒരു വസ്ത്രം, കഴുത്തിൽ സ്വർണ്ണമാല, ഇതൊക്കെ ഇട്ടാണ് പോകുന്നത്. 2 ഭാഗത്തും ഡോലി എന്ന് പറഞ്ഞാൽ പല്ലക്കാണ്. അതിൽ കയറുന്നതിന് മുമ്പ് കൈ 2 പിൻഭാഗത്തും കൂട്ടിപ്പിടിച്ച് അകമ്പടിക്കാരെ ഒന്ന് പരിശോധിക്കും. പിന്നെ എഴുന്നള്ളത്ത് പുറപ്പെടാൻ സമയം താമസിക്കില്ല.
അകമ്പടിക്കാർ ആർപ്പ് വിളിച്ച് ഈ അമാലന്മാരെന്ന് പറഞ്ഞാൽ പല്ലക്ക് ചുമക്കുന്നവരുടെ മൂളലുമായിട്ട് പരിചാരകന്മാരുടെ സംസാരം കൊണ്ട് ഇവരുടെ വരവ് വളരെ ദൂരെ നിന്ന് തന്നെ അറിയാൻ പറ്റും. തമ്പുരാന്റെ അതിഥി സൽക്കാരം രാജോദി, ആര് ചെന്നാലും വെറ്റില മുറുക്കാൻ കൊടുക്കും. ചിലർക്ക് അത് കയ്യിൽ കൊടുക്കും, ചിലർക്ക് വെറ്റില പെട്ടി മുന്നിലേക്ക് നീക്കി വെച്ച് കൊടുക്കും, ചിലരെ അകത്ത് വിളിച്ചിരുത്തി പായ വിരിച്ച് അവിടെ ഇരുത്തി മുറുക്കും. അപ്പൊ ബ്രാഹ്മണരൊഴികെ മറ്റാരും തമ്പുരാന്റെ മുന്നിൽ മുറുക്കുക പതിവില്ല. ബ്രാഹ്മണരെ സൽക്കരിക്കുന്നതിലും ദാനം ചെയ്യുന്നതിലും അത് അങ്ങനെയാണല്ലോ, ജാതി വ്യവസ്ഥ അനുസരിച്ച് ബ്രാഹ്മണരോടൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അപ്പൊ പണ്ട് അദ്ദേഹം ഊട്ടുപുര, അതായത് ബ്രാഹ്മണർക്ക് സൗജന്യമായി ആഹാരം കൊടുക്കാനായിട്ട് ഊട്ടുപുര നടത്തിയിരുന്നു. ബ്രാഹ്മണരായ യാത്രക്കാർക്ക് 2 നേരം അവിടുന്ന് ഭക്ഷണം കിട്ടും. രാത്രി അത്താഴം കഴിഞ്ഞ് മുറുക്കാൻ ജെല്ലം, വെറ്റില, പിന്നെ തലയണ, പായും ഒക്കെ അവർക്ക് കിട്ടും. കുളിക്കാൻ അതിന്റെ അടുത്തൊരു കുളവും ഉണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം ബ്രാഹ്മണർക്ക് മാത്രമാണ് ഈ സൗകര്യങ്ങളെല്ലാം ഉള്ളത്. ആഹാരം കഴിഞ്ഞ് അവരോടൊപ്പം ഇരുന്ന് സംസാരിക്കാനും മുത്തച്ഛന് വളരെ താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ മുത്തച്ഛന് ധാരാളം കഥകൾ അറിയാം. ഞങ്ങൾ രാത്രി ഊണ് കഴിച്ചു കഴിഞ്ഞാൽ മുത്തച്ഛൻ്റെ അടുക്കൽ ചെന്ന് കിടക്കും. അദ്ദേഹം കഥകൾ പറയും. അദ്ദേഹത്തിന്റെ വയറ്റിൽ കാല് കയറ്റി വെച്ചാണ് കിടക്കുന്നത്. അപ്പൊ സ്നേഹത്തോടെ അദ്ദേഹം തന്റെ ഞങ്ങളെ കൈ കൊണ്ട് എന്നെയും എൻ്റെ മൂത്ത സഹോദരിയും ചേർത്ത് പിടിക്കും. അപ്പൊ സ്കൂളിലാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ വന്ന് കുട്ടികൾ എൻ്റെ പെൻസിൽ തട്ടിയെടുത്താലോ മാഷ് അടിച്ചാലോ ഒക്കെ മുത്തച്ഛനോടാണ് പരാതി പറയുക. പക്ഷെ മുത്തച്ഛൻ ഒരിക്കലും ദേഷ്യപ്പെട്ട് കണ്ടിട്ടില്ല. എവിടെയാണോ പ്രശ്നം അവിടെ തന്നെ പരിഹാരം ഉണ്ടെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നത്. പക്ഷെ ഈ മുത്തച്ഛൻ ചിലപ്പോൾ ഞാൻ കാണിക്കുന്ന കുസൃതികൾക്ക് നല്ലൊരു ദിവസം ഞാൻ നിനക്ക് അടി തരാം എന്ന് പറയും. ഒരിക്കലും അങ്ങനെ ഒരു ദിവസം ഉണ്ടായിട്ടില്ല. അങ്ങനെ അടിക്കാതെ തന്നെ മുത്തച്ഛന്റെ കാലം അവസാനിച്ചു. മുത്തച്ഛന്റെ മരണം എന്നെ വളരെയധികം വിഷമിപ്പിച്ചു. അദ്ദേഹത്തെ ഞാൻ വളരെയധികം സ്നേഹിച്ചിരുന്നു. ആ ശരീരത്തെ പട്ടുമൂടി വിറകിന്റെ മുകളിൽ കൊണ്ടുവച്ച് അത് ചാരമാക്കുന്ന കാഴ്ച എൻ്റെ ഹൃദയത്തെ വളരെയധികം വേദനിപ്പിച്ചതാണ്. അപ്പൊ മുത്തച്ഛൻ സ്വർഗത്തിലാണ്. അവിടെ അദ്ദേഹത്തിന്റെ പാപവും നല്ല ചീത്തയും പുണ്യവും പാപവും ഒക്കെ ഈശ്വരൻ പരിശോധിക്കുന്നുണ്ടാവുന്നൊക്കെ ആൾക്കാർ പറയുമ്പോൾ ഞാൻ അവരോടൊക്കെ ദേഷ്യപ്പെടും. എൻ്റെ മനസ്സിൽ, ഞാനൊരു കുട്ടിയല്ലേ, എൻ്റെ മനസ്സിൽ മുത്തച്ഛൻ ഒരു രത്ന കിരീടവും സ്വർണ്ണാഭരണവും പീതാംബരവും ഒക്കെ ധരിച്ച് മഞ്ഞ പട്ടൊക്കെ കൊടുത്ത് അങ്ങനെ ഇരിക്കുന്ന രൂപമാണ്, സ്വർഗത്തിൽ ഇരിക്കുന്ന രൂപമാണ് എൻ്റെ മനസ്സിൽ വരിക. ഇനി മുത്തശ്ശിയാണെങ്കിൽ അവർ കുളിക്കാനൊക്കെ പോകുമ്പോൾ എന്നെയും കൂട്ടിയാണ് പോകുന്നത്. പിന്നെ അവരുടെ നരച്ച തലയും ഭസ്മക്കുറിയും കുങ്കുമ പൊട്ടും ഒക്കെ കുറെ ദൂരെ നിന്ന് തന്നെ കാണാൻ പറ്റുമായിരുന്നു. ഭസ്മപ്പെട്ടിയൊക്കെ പിടിച്ച് മുത്തശ്ശിയോടൊപ്പം കൂട്ടുപോകുന്ന ഞാനാണ്. പിന്നെ മുത്തശ്ശിയുടെ മരുന്ന് പെട്ടിയിൽ ആവശ്യത്തിന് മരുന്നൊക്കെ ഉണ്ടായിരുന്നു. വൈദ്യനെ വരുത്തുന്നത് വളരെ അപൂർവമാണ്. ദേഷ്യം വന്നാൽ ശകാരിക്കുന്ന മുത്തശ്ശിയുടെ സ്വഭാവമായിരുന്നു. അത് കേൾക്കുന്നവർക്ക് ദുസ്സഹമാണ്. എൻ്റെ അമ്മയും ജ്യേഷ്ഠൻ അപ്പുക്കുട്ടി മേനോനും മാത്രമായിരുന്നു മുത്തശ്ശിയുടെ സന്താനങ്ങൾ. അപ്പുക്കുട്ടി മേനോന്റെ താഴെ മുത്തശ്ശി 11 കുട്ടികളെ പ്രസവിച്ചത്രേ. അവരെല്ലാം ചെറുപ്പത്തിൽ മരിച്ചുപോയി. 40 വയസ്സായിട്ടും ഒരു സ്ത്രീ സന്താനമില്ലാതെ വേദനപ്പെട്ടിരുന്ന എൻ്റെ മുത്തശ്ശി അതിനായി പല വഴിപാടും നേർന്ന് അങ്ങനെ 42 വയസ്സിലാണ് എൻ്റെ അമ്മയെ പ്രസവിക്കുന്നത്. അങ്ങനെ അന്നത്തെ കാലത്ത് അമ്മയ്ക്ക് എഴുതാനും വായിക്കാനുമുള്ള രീതിയിലൊക്കെയുള്ള പഠനം ലഭിച്ചിരുന്നു. അമ്മ നന്നായി രാമായണം വായിക്കുമായിരുന്നു. അമ്മ വീണ വായിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. 4-5 പ്രസവം കഴിഞ്ഞിട്ടും പാട്ടുപാടലും അമ്മയുടെ വീണ വായിക്കലും ഒക്കെ തുടർന്നിരുന്നു. അമ്മയെ പഠിപ്പിച്ചിരുന്ന പഴയന്നൂർ ശ്യാമഭാഗവതരാണ്. ഭാഗവതർ വന്ന് ഇടയ്ക്കിടയ്ക്ക് അമ്മയെ കൊണ്ട് പാടിക്കും. 70 വയസ്സ് കഴിഞ്ഞ ഭാഗവതർക്ക് 4-5 പല്ലേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അമ്മ വളരെ നല്ല സ്വഭാവമുള്ള ഒരു സ്ത്രീയായിരുന്നു. വേനൽക്കാലത്ത് ജോലിക്കാരോടൊപ്പം കൃഷിയൊക്കെ നോക്കാൻ അവരും പോകുമായിരുന്നു. വീട് അടിച്ചു വാരുമ്പോഴും അവരോടൊപ്പം അമ്മ ഉണ്ടാവും. വീട്ടിലെ ജോലിക്കാരെല്ലാം അംഗങ്ങളെ പോലെയാണ് അമ്മ കരുതിയിരുന്നത്. പിന്നെ ഞാനും സഹോദരിയും വഴക്ക് കൂടുമ്പോൾ എൻ്റെ പക്ഷം പിടിച്ച അമ്മ അവൻ തെറ്റൊന്നും ചെയ്യില്ല എന്ന് എപ്പോഴും പറയുമായിരുന്നു. പിന്നെ എൻ്റെ ഒരു അമ്മാവനുണ്ടല്ലോ, അപ്പുക്കുട്ടി മേനോൻ, അദ്ദേഹം മദിരാശിയിൽ പോയി. അദ്ദേഹം 50-ആം വയസ്സിൽ കാശിക്ക് പോയി. അവിടെ വെച്ച് തന്നെ മരണമടയുകയും ചെയ്തു. ഞങ്ങൾ തറവാട്ട് വീട്ടിൽ നിന്ന് കുറെ അകലെ അച്ഛൻ പണിയിച്ച പത്തായപ്പുരയിലാണ് പാർത്തിരുന്നത്. കിഴക്കേ പൊറ്റ വീട്. അവിടെ ധാരാളം ജോലിക്കാര് ഉണ്ടായിരുന്നു. അവര് കിളയ്ക്കാനും പുരമേയാനും വേലി കെട്ടാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനോടനുബന്ധിച്ച് കാരണവരും അവിടെ ചെന്ന് പണിയെടുക്കുമായിരുന്നു. എന്നിട്ട് ഉച്ചയ്ക്ക് അദ്ദേഹം വന്ന് പെട്ടെന്ന് ഒരു അക്ഷരം പോലും മിണ്ടാതെ ഭക്ഷണം കഴിക്കും, എന്നിട്ട് പുറത്തേക്ക് പോകും. അപ്പൊ ഞങ്ങളുടെ കൂടെയുള്ള ആളുകളെല്ലാം തറവാട്ട് വീട്ടിലാണ് കുട്ടികൾ. അപ്പൊ ഞങ്ങൾക്ക് സ്വസ്ഥമായി പാർക്കാനാണ് അച്ഛൻ പത്തായപ്പുര പണിയിച്ചു തന്നത്. അപ്പൊ കളിക്കാനായിട്ട് ഞങ്ങള് തറവാട്ടിലേക്കാണ് പോകുന്നത്. ഞങ്ങൾ ഓടിക്കളിക്കും, പിന്നെ മാസ്റ്ററും കുട്ടിയും കളിക്കും, അതൊക്കെയാണ് ചെയ്തിരുന്നത്.
ഞങ്ങൾക്കൊരു നുണയൻ മാമൻ ഉണ്ടായിരുന്നു. ആ മാമനെ കാണുമ്പോൾ എല്ലാവരും അദ്ദേഹത്തിന്റെ ചുറ്റും കൂടും. അദ്ദേഹത്തിന്റെ രൂപം മെലിഞ്ഞു നീണ്ട ദേഹം, കഷണ്ടി കയറിയ തല, വലത്തോട്ട് തിരിഞ്ഞുള്ള നോട്ടം, മുട്ടിന് താഴെ എത്തുന്ന കരമുണ്ട്. നുണയൻ മാമൻ വരുമ്പോൾ കുട്ടികൾ ഓടിച്ചെന്ന് മാമ എങ്ങോട്ട് പോയിരുന്നു, കുറെ ദിവസം കണ്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ അദ്ദേഹം പഠിപ്പുരയിലിരുന്ന് അതുവരെയുള്ള കാര്യങ്ങൾ ഞങ്ങളോട് വിവരിച്ച് പറയുമായിരുന്നു. ഞാൻ ത്രില്ലാമല പോയിരുന്നു എന്ന് പറയും. കൊച്ചി രാജാവിന്റെ പിറന്നാളിന് പോയിരുന്നു എന്ന് പറയും. പിന്നെ അവിടത്തെ സദ്യയുടെ വിശേഷങ്ങൾ പറയും. ഒരു കിണറ്റിലാണ് പാൽപ്പായസം നിറച്ചിരുന്നത്. വെള്ളിത്തകിട കൊണ്ടുണ്ടാക്കിയ കിണറാണ്, അതിൽ നിന്ന് കോരിത്തരും എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ ഗോവിന്ദൻ മാസ്റ്റർ എന്നും വീട്ടിൽ വരും. മുത്തശ്ശന്റെ കണക്കൊക്കെ അദ്ദേഹമാണ് എഴുതുന്നത്. മാസ്റ്ററെ കണ്ടാൽ ഞാനും എന്റെ സഹോദരി അകത്ത് പോയി കുളിക്കും. ഓണം, വിഷു, തിരുവാതിരയൊക്കെ ഞങ്ങളുടെ തറവാട്ടിൽ നന്നായി ആഘോഷിച്ചിരുന്നു. അച്ഛന്റെ ഇടത്തിലെ കാരണവർ ഓണക്കാലത്ത് നടത്തിച്ചു വന്ന കൂട്ടത്തല്ല് പ്രത്യേക ശ്രദ്ധ ആകർഷിക്കുന്നതാണ്. കാരണവർ ഒരു കസേരയിൽ ഇരിക്കും. പിന്നെ അദ്ദേഹത്തിന്റെ മുന്നിൽ വന്നാണ് ആളുകൾ ഇങ്ങനെ തല്ല് നടത്തുന്നത്. അവസാനം ഈ തല്ലൊക്കെ കഴിഞ്ഞ് ഒരു ടെൻഷനും ഇല്ലാതെ കാരണവരിയ്ക്കും. അവസാനം തല്ല് കഴിഞ്ഞ് അവർക്ക് ഓണപ്പുടവയും കൊടുത്ത് അവരെ പറഞ്ഞയക്കും. രണ്ടാമത്തെ അദ്ദേഹം പഠിക്കാനായിട്ട് പാലക്കാടും കോഴിക്കോടും പോയതാണ്. അപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, പാലക്കാട് രാജസ്വരൂപത്തിലെ ഭീമനച്ചനാണ് KP കേശവമേനോന്റെ പിതാവ്. അപ്പോൾ ഏകദേശം 150 ആളുകളോളം ഞങ്ങളുടെ തറവാട്ടിലുണ്ടായിരുന്നു. അദ്ദേഹം നല്ല കാര്യശേഷിയുള്ള ഒരു വ്യക്തിയായിരുന്നത് കൊണ്ട് എല്ലാവർക്കും അച്ഛനോട് വളരെ ബഹുമാനവും ഒക്കെ ആയിരുന്നു. അച്ഛന്റെ പ്രാപ്തി, അദ്ദേഹം സമ്പത്ത് പാലിക്കുന്നതിനുള്ള ആ കൃതജ്ഞത, ഇതൊക്കെ ഞങ്ങളെ ആശ്ചര്യപ്പെടുത്തിയിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തിന് കടം വാങ്ങിയ 500 രൂപ മടക്കി കൊടുക്കേണ്ട ഒരു ദിവസം വന്നു അച്ഛന്. അപ്പൊ അച്ഛൻ അത് കിട്ടാത്തതുകൊണ്ട് ഭയങ്കര അസ്വസ്ഥനായിരുന്നു. രാത്രിയിൽ തന്നെ അച്ഛൻ എന്റെയും വേറൊരു ബാല്യക്കാരനെയും കൂട്ടി ഒരു ബ്രാഹ്മണന്റെ അടുക്കൽ പോയി 500 രൂപ വാങ്ങി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, നാണയം നമ്മൾ പറഞ്ഞ വാക്ക് പാലിക്കണം, വാക്ക് പാലിക്കാത്ത മനുഷ്യരാരും വിശ്വസിക്കില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ആ പൈസ തിരിച്ചു കൊടുക്കുന്നു. അപ്പൊ ഈ ഒരു കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം എൻ്റെ സ്വഭാവത്തെ വളരെയധികം സ്വാധീനിച്ചിരുന്നു. 30ഓളം മുറികളുള്ള വലിയ എടുപ്പാണ് നടുവിലിടം. അത് അച്ഛൻ പുതുക്കി പണിതു. 2 നേരം അരിവെപ്പ് എല്ലാവർക്കും പൊതുവാണ്. അപ്പൊ എല്ലാവർക്കും ആഹാരം കൊടുക്കുന്നുണ്ട്. പല തായ് വഴികൾ ഉള്ളവരും അവിടെ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ആഹാരം എല്ലാവർക്കും കൃത്യമായി നൽകാൻ അച്ഛൻ ശ്രദ്ധിച്ചിരുന്നു. സമാധാന സംതൃപ്തി നിറഞ്ഞതായിരുന്നു എൻ്റെ ബാല്യകാലം. ആലത്തൂർ സ്കൂളിൽ പഠിക്കുമ്പോൾ ആനന്ദ സുബ്ബശാസ്ത്രിയായിരുന്നു ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ. അദ്ദേഹം കുട്ടികൾക്കൊക്കെ അദ്ദേഹത്തെ ഭയങ്കര ഭയമായിരുന്നു. ചൂരലെടുക്കാതെ അദ്ദേഹം ക്ലാസ്സിലേക്ക് വരില്ല, അത് യഥേഷ്ടം പ്രയോഗിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പൊ എനിക്ക് ഏതാണ്ട് ഒരു 10 വയസ്സുള്ളപ്പോ തന്നെ ക്ഷേത്രത്തിന്റെ അവിടെ, അതായത് എനിക്ക് കുട്ടികളുമായിട്ട് കളിച്ച് വളരാനൊന്നും പറ്റിയില്ല. ശാന്തിക്കാര സ്വാമി എന്നെ വിളിച്ചുണർത്തും, മണ്ണെണ്ണ വിളക്ക് കൊളുത്തി വയ്ക്കും, അവിടെ ഇരുന്ന് പഠിക്കാൻ പറയും. പഠിച്ചില്ലെങ്കിൽ സ്വാമി വന്നാൽ ഞാൻ പറഞ്ഞു കൊടുക്കും, നീ കള്ളനാണെന്ന്. ഉണ്ണണം, ഉറങ്ങണം, കളിക്കണം എന്നാണ് നിന്റെ ചിന്ത എന്ന് പറയും എന്ന് അത് അവിടുത്തെ ക്ഷേത്രത്തിലെ അമ്മയാര് പറയും. അതുകൊണ്ട് ഞാൻ ഇതൊന്നും കേട്ടില്ല എന്ന മട്ടിൽ ചുരുണ്ട് കിടക്കും. നേരം പുലർന്ന കുളിച്ച് 6:30 മണിക്ക് സ്കൂളിലെത്തണം. കോപ്പി എഴുത്തും കണക്ക് ചെയ്യലും ഒക്കെ അവിടെ വെച്ചായിരുന്നു. ഞാനും വേറെ 2-3 കുട്ടികളുണ്ടാവും. ഹെഡ് മാസ്റ്റർ ഞങ്ങളെ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. സ്കൂളില് സ്ഥലം കുറവായിരുന്നു. മാസ്റ്ററുടെ ഒച്ചത്തിലുള്ള ശബ്ദവും പിന്നെ അടിയുടെ ശബ്ദവും കുട്ടികളുടെ കരച്ചിലുമാണ് അവിടെ മുഴങ്ങിയിരുന്നത്. 5 മണിക്ക് സ്കൂളിൽ നിന്ന് മഠത്തിലെത്തിയാൽ പുഴയിൽ പോയി കുളിക്കാതെ വീട്ടിൽ കയറാൻ പറ്റില്ല. വിളക്ക് വെച്ച് ക്ഷേത്രത്തിൽ പോയി തൊഴുതു വരുമ്പോഴേക്കും എന്നെ പഠിപ്പിക്കുന്ന ട്യൂഷൻ സാറ് വരും. അപ്പൊ അന്ന് ശാന്തിക്കാരനും ഭാര്യയും കൂടെ ചെയ്തതും ചെയ്യാത്തതുമായ തെറ്റുകളൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞിരിക്കും. അദ്ദേഹം എന്റെ തുടയിൽ നുള്ളാനും എന്നെ കരയിപ്പിക്കാനും തുടങ്ങും. അപ്പോ ഈ അമ്മിയാരും ഒക്കെ പറയുന്നത് എന്താണ്, വാദ്യാരെ അടിയാ പുള്ള പടിയ, അപ്പടി കൊടുങ്കോ എന്ന് പറയും. അടിക്കാത്ത പിള്ള പഠിക്കൂല എന്ന് പറയും. ഇപ്പൊ സ്കൂൾ ഫീസും എന്നെ പഠിപ്പിക്കുന്ന സാറിന്റെ ശമ്പളമൊക്കെ ആരെങ്കിലും വീട്ടിൽ നിന്ന് കൊടുക്കുകയാണ് പതിവ്. അപ്പൊ അത് ഞാൻ ബുക്ക് വാങ്ങുന്നതിന്റെ അടുത്ത് ഒരു സ്ത്രീ പലഹാരം വിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ അത് വാങ്ങിച്ചൊരു ദിവസം ഒളിച്ചിരുന്ന് തിന്നു. പിന്നീട് 8-10 ദിവസം പലഹാരം വാങ്ങി തിന്നു. പക്ഷെ എനിക്ക് കടം തരാൻ പിന്നെ ചെട്ടിച്ച് കൂട്ടാക്കിയില്ല. പിന്നെ അവരെ ഭയന്ന് ഞാൻ ഒളിച്ചു പോകാൻ തുടങ്ങി. പിന്നെ അവര് ഞാൻ താമസിക്കുന്ന സ്ഥലത്തെത്തി കാര്യങ്ങളെല്ലാം അറിയിച്ചു. അത് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അച്ഛനെ വർത്തമാനം അറിയിക്കരുതെന്ന് എനിക്ക് പെൻസിലും സ്ലേറ്റും ഒക്കെ തരുന്ന താണ്ഡവൻ എന്ന ആള് പറഞ്ഞു. ആ പൈസയെല്ലാം അയാളാണ് കൊടുത്തു തീർത്തത്. എന്നെ കോഴിക്കോട് അയച്ചു പഠിപ്പിക്കാൻ അച്ഛനും അമ്മയും തീരുമാനിച്ചത്.
അച്ഛൻ എന്നോട് പ്രത്യേകം ഉപദേശിച്ചു, അധ്വാനിച്ച് പഠിക്കണം, അനാവശ്യമായി പണം ചെലവ് ചെയ്യരുത്, കുട്ടികളോട് ശണ്ടയ്ക്ക് പോരുത്, താമസിക്കുന്ന സ്ഥലത്തുള്ളവർക്ക് ഉപദ്രവമായി തീരുന്ന രീതിയിൽ പ്രവർത്തിക്കരുത് എന്ന് പറഞ്ഞു. അച്ഛൻ അധികം സ്നേഹം പുറത്തു കാണിക്കുന്ന ആളായിരുന്നില്ല. കോഴിക്കോടുള്ള തീവണ്ടി യാത്ര ഒരു പുതിയ അനുഭവമായിരുന്നു. പക്ഷെ അവിടെ കുതിര വണ്ടി ഉണ്ടായിരുന്നു, എനിക്കതിൽ കയറണമെന്നുണ്ടായിരുന്നു. പക്ഷെ വാസു പട്ടർ സമ്മതിച്ചില്ല. അങ്ങനെ വഴിയിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് വാസു പട്ടറുടെ വിവരണങ്ങളൊക്കെ കേട്ട് ഞാൻ സന്ധ്യയ്ക്ക് കോഴിക്കോടെത്തി. 8 കൊല്ലത്തോളം കോഴിക്കോടാണ് ഞാൻ പഠിച്ചത്. പിന്നീട് ഈ കോളേജാണ് ഗുരുവായൂരപ്പൻ കോളേജ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും അവിടെ ചേർന്ന് പഠിക്കാൻ അനുവാദം ഉണ്ടായിരുന്നു. എന്നാൽ ജാതിയിൽ താണവർക്ക് അവിടെ ചേരാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇത് നല്ലതാ അല്ലെങ്കിൽ ഇതൊരു തെറ്റല്ലേ എന്നുള്ള രീതിയിൽ ഒരു ഡിബേറ്റ് ഞങ്ങൾ നടത്തിയിരുന്നു. എനിക്ക് ഇഷ്ടം ആ കോളേജിലെ സുബ്ബറാവ് മാസ്റ്റർ ആയിരുന്നു. കുട്ടികളെ സന്തോഷിപ്പിക്കാനും അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. തെറ്റ് ചെയ്ത കുട്ടികൾ അദ്ദേഹം അടിക്കില്ല, പക്ഷെ കാര്യം പറഞ്ഞ് കൃത്യമായി മനസ്സിലാക്കും. പിന്നെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പേ കൂട്ടപ്രാർത്ഥന ഉണ്ടായിരുന്നു. 5 മിനിറ്റ് നേരം ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ഒരു അധ്യാപകൻ പ്രസംഗിക്കും. അപ്പൊ അത് കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിന് വളരെ സഹായിച്ചിരുന്നു. പിന്നെ ഞാൻ ഓർക്കുന്ന അധ്യാപകൻ CP ഗോവിന്ദൻ നായരാണ്. അദ്ദേഹം കേരള സഞ്ചാരി പത്രത്തിന്റെ പത്രാധിപരായിരുന്നു. ഞങ്ങൾക്ക് കണക്ക് തന്നാൽ മാസ്റ്റർ പത്രത്തിലേക്കുള്ള മുഖപ്രസംഗം എഴുതാൻ തുടങ്ങും. അധ്യാപകർ നല്ല വൃത്തിയും അന്തസ്സുള്ള വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത്. പിന്നെ 3-ാം ഫാറത്തിലെ മാസ്റ്റർ ആയിരുന്നു ദക്ഷിണാമൂർത്തി അയ്യർ. അദ്ദേഹം വരുന്നത് തന്നെ നീണ്ട കോട്ടും വെള്ള തലപ്പാവും ധരിച്ച് ഒരു മരപ്പെട്ടിയും കയ്യിൽ പിടിച്ച് അദ്ദേഹം വരും. പുസ്തക കച്ചവടം അദ്ദേഹത്തിനുണ്ടായിരുന്നു, അതാണ് ആ പെട്ടിക്കകത്തുള്ളത്. കോളേജിനടുത്ത് ഒരു ബ്രാഹ്മണൻ പലഹാരക്കട നടത്തിയിരുന്നു. എനിക്ക് ദിവസം 1/2 അണയ്ക്കുള്ള പലഹാരം തരണമെന്ന് എൻ്റെ രക്ഷിതാവ് പറഞ്ഞയച്ചിരുന്നു. വൈകുന്നേരം ക്ലാസ് വിട്ടുടനെ ഞാൻ അവിടെ എത്തും. എനിക്ക് ജിലേബി, ലഡ്ഡു തുടങ്ങിയ മധുര പലഹാരങ്ങൾ വാങ്ങുന്നതിന് മതിയായിരുന്നില്ല ഈ പൈസ. മുറുക്കും വടയും മാത്രമേ കിട്ടൂ. പക്ഷെ ഞാൻ അവിടെ ചെന്നപ്പോൾ അയാൾ പറഞ്ഞത്, നിനക്ക് 1/2 അണയ്ക്കുള്ളതേ തരാൻ പറഞ്ഞിട്ടുള്ള ദിവസവും, അപ്പൊ ഇത് മാത്രം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് വീണ്ടും എനിക്ക് മുറുക്കും വടയാണ് തന്നത്. അപ്പൊ എനിക്കുണ്ടായ മനസ്സിലെ വേദന ഇന്നും മാറിയിട്ടില്ല. കോളേജില് ഫുട്ബോൾ കളിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതിലൊന്നും ചേർന്നിരുന്നില്ല. പക്ഷെ നാടക സംഘത്തില് കയറി ഞാൻ അതിലെ ഒരു കഥാപാത്രമായിട്ട് മാറി. ഞാൻ സ്ത്രീ വേഷമാണ് കെട്ടിയത്. പക്ഷെ ഞങ്ങളുടെ പ്ലാറ്റ്ഫോം, ഞങ്ങള് നാടകം ആരംഭിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിന്റെ മുകൾ ഭാഗം തകർന്നു വീണു. എല്ലാവരും നിലവിളിയായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാനും അതിന്റെ ഇടയിലൂടെ ഓടി. ഇരുട്ടായതുകൊണ്ട് ആളുകളെ രക്ഷപ്പെടുത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു വിദ്യാർത്ഥി മരിക്കുകയാണ്. അത് കഴിഞ്ഞ് നാടക സംഘത്തിന്റെ പ്രവർത്തനം ആ ഒരു പ്രശ്നത്തോടെ ഇല്ലാതായി. എവിടെ നിങ്ങൾ എറണാകുളം. പിന്നെ ഞാൻ ഓർക്കുന്ന ആ കാലത്തെ സംഭവം, വിക്ടോറിയ മഹാരാജ്ഞി മരിച്ചതിന് ശേഷം 7-ാം എഡ്വേർഡിന്റെ കിരീടധാരണം ലോകം മുഴുവൻ ആഘോഷിച്ച ഒരു സംഭവമായിരുന്നു. എന്റെ ഗ്രാമത്തിലൊക്കെ വലിയ ആഘോഷ പരിപാടി ഉണ്ടായിരുന്നു. പുതിയ ചക്രവർത്തിയുടെ പടം വെച്ച് ആനപ്പുറത്ത് എഴുന്നള്ളിക്കായിരുന്നു. ഛായാപടം പിടിച്ചുകൊണ്ട് ആനപ്പുറത്ത് ഇരുന്നത് ഞാനാണ്. പക്ഷെ ഞങ്ങളുടെ ഞങ്ങൾ ഉപയോഗിച്ച ചിത്രം ബ്രിട്ടീഷ് ചക്രവർത്തിയുടേതല്ല, റഷ്യൻ ചക്രവർത്തിയുടേതാണെന്ന് പിറ്റേ ദിവസമാണ് മനസ്സിലായത്. രാജ്യദ്രോഹ കുറ്റം എൻ്റെ മേൽ ചുമത്തുമെന്നൊക്കെ ഞങ്ങൾ ഭയപ്പെട്ടു. അതുപോലെ സംഭവിക്കുകയും ചെയ്തു. പക്ഷെ ഞാനാണ് ചിത്രം തിരഞ്ഞെടുത്തത്. പക്ഷെ അച്ഛൻ എന്നോട് കയർത്തു. പക്ഷെ ഭയപ്പെട്ടതൊന്നും സംഭവിച്ചില്ല. പിന്നീട് കോഴിക്കോട് വെച്ചാണ് ഞാൻ ഇന്ദുലേഖയുടെ കർത്താവായ ചന്തുമേനോനെ കണ്ടത്. അദ്ദേഹത്തിന്റെ രൂപം പറയുന്നുണ്ട്. നീണ്ട മുണ്ട്, വെളുത്ത കുപ്പായം, നേരിയ ഒരു കമ്പിളി, പഴനി തൊപ്പി, കാലിൽ ചെരുപ്പ്, ഇതൊക്കെ ആയിട്ട് അദ്ദേഹം രാവിലെ നടക്കാൻ പോകും. ചന്തുമേനോൻ ഒരു വലിയ മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹം സബ് ജഡ്ജിയാണ്. അദ്ദേഹം വരുന്നുണ്ട്, ആളുകൾ മാറി നിൽക്കും. അപ്പൊ ഗജവീരനെ പോലെയുള്ള നടത്തം, ശംഖ് ജനിപ്പിക്കുന്ന ഭാവം എന്നൊക്കെയുള്ള അദ്ദേഹത്തിന്റെ കുറിച്ച് കേട്ടതൊന്നും ശരിയല്ലെന്ന് എനിക്ക് അദ്ദേഹത്തെ കണ്ടപ്പോൾ മനസ്സിലായി.
പഠിക്കാൻ മിടുക്കനായ ഒരു കുട്ടിയാണ് ഞാനെന്ന് അഭിമാനിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. വിദ്യാഭ്യാസ കാലം മുഴുവൻ മോശക്കാരനായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത് പലപ്പോഴും. പക്ഷേ പ്രസംഗത്തിലും പ്രബന്ധത്തിലും ഒക്കെ എനിക്ക് സമ്മാനം ലഭിച്ചിരുന്നു. 1906 എന്റെ വിവാഹം നടന്നു. കുടുംബ സംബന്ധമായ ഒരു ആലോചനയായിരുന്നു. പിന്നെ മാതാപിതാക്കളെ പ്രേരണ. പക്ഷെ അതൊരു അനുഗ്രഹമായിരുന്നു. എന്റെ ഭാര്യ ഒരാളുടെ സുഖദുഃഖങ്ങളെ നിയന്ത്രിക്കുന്നതിൽ ഭാര്യയ്ക്കുള്ള പങ്ക് വലുതാണ്. അപ്പോൾ അതിനനുസരിച്ച് എന്നെ വളരെ സമാധാനപരമായി ജീവിക്കാൻ സഹായിച്ച ഒരു വ്യക്തിയായിരുന്നു എന്റെ ഭാര്യ. 4ാം ക്ലാസ് വരെ പഠിച്ചിരുന്ന പാലക്കാട് രാജവംശത്തിലെ ഒരു കുട്ടിയായിരുന്നു ലക്ഷ്മി. വലിയ പഠിപ്പില്ലെങ്കിലും വീട്ടിലെ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടുപോകാനുള്ള വിവരവും ഉണ്ടായിരുന്നു. പാചക കലയിൽ എന്റെ ഭാര്യ വളരെ മിടുക്കിയായിരുന്നു. 3ാം അധ്യായം മദിരാശിയിലെ വിദ്യാർത്ഥി ജീവിതമാണ്. അപ്പൊ മദിരാശിയിൽ ചെന്നപ്പോഴാണ് ഒരു സ്വതന്ത്ര ജീവിതം ഞാൻ ആരംഭിച്ചത്. അന്ന് വൈസ്രോയി കേഴ്സൺ പ്രഭുവായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും പ്രവൃത്തികളും ഒക്കെ രാജ്യം മുഴുവൻ അതൃപ്തി ഉണ്ടാക്കിയ സമയമാണ്. ബംഗാൾ വിഭജനം 1905 ജനങ്ങളുടെ ആക്ഷേപങ്ങളും അപേക്ഷകളും വകവയ്ക്കാതാണ് കേഴ്സൺ ബംഗാൾ വിഭജനം നടത്തിയത്. ഇത് ഇന്ത്യയിലെ ജനങ്ങളെ മുഴുവനും ചിന്തിപ്പിക്കുകയും അവരെ എതിർക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്ത ഒരു കാര്യമാണ്. പിന്നെ ആ സമയത്താണ് കേഴ്സൺ പ്രഭു ഇന്ത്യയിലെ കോൺഗ്രസിനെ കുഴിച്ചു മൂടണം എന്ന് പറഞ്ഞത്. അതും ജനങ്ങളിലെ സ്വാതന്ത്ര്യ ബോധത്തെ ഉണർത്തുകയാണ് ചെയ്തത്. സ്വരാജ്, സ്വദേശി, സ്വാതന്ത്ര്യം എന്നീ ശബ്ദങ്ങൾ അലയടിക്കുന്ന സമയമാണ്. അപ്പോ ആ സമയത്താണ് സ്വാതന്ത്ര്യ സമര സേനാനി വിപിന ചന്ദ്രപാലൻ മദിരാശിയിൽ വന്നത്. അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടി. FA ക്ലാസ് ഞാൻ പഠിച്ചത് പ്രസിഡൻസി കോളേജിലാണ്. അവിടെ നിരവധി വിദേശികളായ അധ്യാപകരുണ്ടായിരുന്നു. ഡോക്ടർ സ്കിന്നർ അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആളാണ്. അദ്ദേഹത്തിന് വിദ്യാർത്ഥികളുടെ ബഹുമാനവും ഭക്തിയും ആകർഷിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. മലയാള പണ്ഡിതനായിരുന്ന മൂളിയിൽ കൃഷ്ണനും എന്റെ ഓർമ്മയിൽ നിൽക്കുന്നുണ്ട്. അദ്ദേഹം നല്ല രീതിയിൽ പെരുമാറ്റത്തിലും കുട്ടികളെ പഠിപ്പിക്കും, മുഷിപ്പിക്കില്ല. പിന്നെ ഒരു വിദ്യാർത്ഥിയുടെ എസ്സേ വായിച്ചിട്ട് അദ്ദേഹം പറഞ്ഞത്, പെൻസിൽ കൊണ്ട് അടയാളപ്പെടുത്തിയിട്ട് പറഞ്ഞത്, അക്ഷരപ്പിഴയുണ്ട്, ആശയങ്ങൾക്ക് കഴമ്പില്ല, വാചകങ്ങൾ തെറ്റുണ്ട്, കൈയക്ഷരം മോശം, എങ്കിലും ആകപ്പാടെ തിരക്കേടില്ല, ഇങ്ങനെ അഭിപ്രായം പറയുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ രീതി. ആ സമയത്താണ് ഞാൻ ദേശീയ കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങിയതും ലാലാ ലജ്പത് റായിയുടെ ഒരു ലഘു ജീവചരിത്രം ഞാൻ എഴുതി പ്രസിദ്ധം ചെയ്തത്. പഠിക്കേണ്ട സമയത്ത് ഇതിലേക്ക് ശ്രദ്ധിക്കുന്നതിൽ അച്ഛൻ എന്നെ കഠിനമായി ദേഷ്യപ്പെട്ടു. പക്ഷെ ഞാൻ എൻ്റെ ആദ്യത്തെ പുസ്തകം എന്ന രീതിയിൽ വളരെ അഭിമാനത്തോടെയാണ് ഈ പുസ്തകത്തെ പ്രസിദ്ധപ്പെടുത്തിയത്. അപ്പൊ ഗവൺമെന്റിനെ അധിക്ഷേപിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒന്നും എതിരായി പ്രവർത്തിക്കുന്നതൊന്നും അച്ഛന് ഇഷ്ടമായിരുന്നില്ല. മദിരാശി പഠിക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ കുടുംബം മുറിച്ചത്. അപ്പൊ കുടുംബം മുറിച്ചതിന് കോളേജ് പൂട്ടി നാട്ടിൽ വന്നപ്പോൾ അച്ഛൻ ശകാരിച്ചു. മലയാള തറവാടുകളിൽ ഭാഗം ആവശ്യമാണോ എന്ന വിഷയത്തെപ്പറ്റി ഒരു പ്രബന്ധം ഞാൻ എഴുതി. അപ്പൊ കേസരി കുഞ്ഞിരാമൻ നായരാണ് എനിക്ക് അതിൽ സമ്മാനം തന്നത്. ഇതറിഞ്ഞ് അച്ഛന് വളരെ സന്തോഷം. അത് അനിയനോട് വായിച്ച് കേൾപ്പിക്കാൻ പറഞ്ഞു. ഭാഗം വെച്ച ആൾക്കാർക്ക് കൊടുക്കണം എന്നുള്ളതിനെ അനുകൂലിച്ചായിരുന്നു എന്റെ പ്രബന്ധം. അത് വായിച്ച് അവസാനിപ്പിച്ചപ്പോ, നിന്റെ കുടുംബം മുറിക്കലും ഭാഗത്തിന് അനുകൂലിക്കലും കാണുമ്പോൾ നീ എവിടേക്കാണ് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവന്റെ പുതിയ ചിന്തകളെ അച്ഛൻ എന്നെ വളരെ ദേഷ്യം ഉണ്ടായി എന്നുള്ളത്. പിന്നെ 3-4 ദിവസം വേണ്ടിയൊന്ന് അച്ഛന്റെ ദേഷ്യം മാറാൻ. ഗോപാലകൃഷ്ണ ഗോഖലെ ആ സമയത്ത് മദിരാശി സന്ദർശിച്ചു. വെള്ളക്കാർ പോലും അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ വന്നു. കാര്യങ്ങൾ ആത്മാർത്ഥമായി പ്രസംഗിച്ച് അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. അപ്പോൾ അധ്യാപകനായിരുന്ന അദ്ദേഹം ജോലി രാജിവെച്ചിട്ട് രാജ്യസേവനത്തിനായി ജീവിതം സമർപ്പിക്കുകയായിരുന്നു. അപ്പൊ അന്നത്തെ കാലത്ത് സ്വാർത്ഥരഹിതമായ ദേശസേവനം ചെയ്യുന്ന യുവാക്കളുടെ ആകർഷണ കേന്ദ്രമായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ. അദ്ദേഹത്തെ തൊടണമെന്ന് എനിക്ക് ഭയങ്കര മോഹം ഉണ്ടായിരുന്നു. മീറ്റിംഗ് കഴിഞ്ഞ് അദ്ദേഹം വണ്ടി കയറാൻ പോയപ്പോൾ ഞാൻ തിരക്കി ചെന്ന് അദ്ദേഹത്തിന്റെ കൈ തൊട്ടു. ആ ശ്രമത്തിൽ എന്റെ തൊപ്പി താഴെ വീണു. അത് മറ്റുള്ളവർ ചവിട്ടിക്കേറി. പക്ഷെ അദ്ദേഹത്തെ തൊട്ടു എന്നുള്ളതിൽ എനിക്ക് വളരെയധികം ഒരു സന്തോഷം തോന്നി. ഞങ്ങൾ മദിരാശിയിൽ 4-5 ആളുകൾ ചേർന്നാണ് വീടെടുത്ത് താമസിച്ചത്. പലരും പല രീതിയിലുള്ള സ്വഭാവക്കാരായിരുന്നു. എന്നാൽ ഞങ്ങളുടെ സൗഹാർദ്ദം, കുറുപ്പത്ത് കുട്ടിക്കൃഷ്ണ മേനോനൊക്കെ എനിക്ക് വളരെ സൗഹാർദ്ദം ഉണ്ടായിരുന്ന വ്യക്തികളാണ്. പിന്നെ ഞാൻ മദിരാശി മലയാളി ക്ലബിന്റെ സെക്രട്ടറി ആയിരുന്നു. അങ്ങനെ നിരവധി സുഹൃത്തുക്കളോടുകൂടിയ ഒരു സ്വതന്ത്ര ജീവിതമായിരുന്നു എനിക്ക് മദിരാശിയിൽ. BA പരീക്ഷ പാസ്സായി. അപ്പോൾ അച്ഛന് ഭയങ്കര സന്തോഷമായിരുന്നു. ഗവൺമെന്റ് ഉദ്യോഗത്തിന് വേണ്ടി ശ്രമിക്കണമെന്ന് പറഞ്ഞു. എനിക്ക് പക്ഷേ ഒരു ബാരിസ്റ്റർ ആകാൻ, വക്കീലാകാൻ ഇംഗ്ലണ്ടിൽ പോയി ഉപരിപഠനം നടത്തണമെന്ന് ആഗ്രഹം.
അച്ഛനെ ധനസ്ഥിതി അനുവദിക്കുമോ എന്നൊക്കെ എനിക്ക് ഭയം ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ഒരുപാട് ത്യാഗം ചെയ്ത് എന്നെ ബിലാത്തിയിലേക്ക്, ഇംഗ്ലണ്ടിലേക്ക് വിടാൻ അദ്ദേഹം തയ്യാറായി. അപ്പോൾ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി അനുഭവിക്കുന്ന കഷ്ടങ്ങളും ത്യാഗങ്ങളും ഓർക്കുമ്പോൾ നമുക്ക് ഭക്തിയും ബഹുമാനം മനസ്സിലുണ്ടാകണം എന്നുള്ളതാണ്. അപ്പൊ ബിലാത്തിയിലേക്കുള്ള യാത്ര എന്റെ കുഗ്രാമത്തിൽ വലിയ സംഭവമായിരുന്നു. ഞാൻ ഇംഗ്ലണ്ടിൽ പോകണമെന്ന് പറഞ്ഞ ഒരു വലിയ ജനക്കൂട്ടമാണ് എന്നെ വന്ന് ഒലവക്കോട് സ്റ്റേഷനിൽ നിന്ന് യാത്ര അയച്ചത്. എന്നെ നോക്കി വിതുമ്പി കരയുകയായിരുന്നു അച്ഛൻ. പക്ഷെ പിന്നീട് അന്ന് കണ്ടതാണ്, പിന്നീട് എനിക്ക് അച്ഛനെ ജീവനോട് കാണാൻ പറ്റിയില്ല. അങ്ങനെ KP കേശവമേനോന്റെ ആത്മകഥയിലെ 3 അധ്യായങ്ങൾ ഇവിടെ പൂർത്തിയാവുകയാണ്. ഇതിന്റെ നോട്ട് കൂടെ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ഷീബ ടീച്ചർ.